ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. SSLC റിസൾട്ട് മെയ് 15, +2 റിസൾട്ട് മെയ് 22. അപ്പോൾ ഇപ്പോൾ തന്നെ ചോദ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകും. എന്താകും മോനെ റിസൾട്ട്, എത്ര കിട്ടും A+, ഫ്ലെക്സിൽ പേര് വരുമോ, നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, അതും പോരാഞ്ഞിട്ട് ഒരു പരിചയവും ഇല്ലാത്തവരും അല്ലേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ റിസൾട്ടൊക്കെ ആഘോഷിക്കാനും ചിലർ നാട് വിടാനും ഒരുപാട് കമൻറ്റുകളാണ് വരുന്നത്. ചിലർക്ക് ഭയങ്കര ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവരിൽ പോലും ടെൻഷൻ അടിക്കുന്ന പാരൻസും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ടാകുമെന്ന് എനിക്ക് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വരുന്ന റിസൾട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണോ? തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് ലൈഫിൽ വളരെ വലിയ ഒരു ലാസ്റ്റ് പാർട്ടാണോ? അത് ഒരിക്കലുമല്ല. നിങ്ങളിപ്പോൾ എഴുതിയിരിക്കുന്ന SSLC +2 പരീക്ഷകളുടെ റിസൾട്ടും അത്തരത്തിൽ തന്നെ കാണുക. ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ ലൈഫ്. ഓക്കെ, ഒരുപാട് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ SSLC മുതൽ കേട്ട് വരുന്നതല്ലേ. അടുത്ത ഒരു അഡ്മിഷന് സഹായിക്കുന്ന ഒരു ഉപാധി അത്രമാത്രമായിട്ട് നിലവിൽ കണ്ടാൽ മതി ഈ SSLCയുടെയും അതുപോലെ തന്നെ +2ൻ്റെ ഒക്കെ മാർക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഡേറ്റ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹാപ്പിയാകും. കാരണം നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇത്തവണ SSLC +2 വിദ്യാർത്ഥികൾക്ക് സന്തോഷിക്കാൻ കുറച്ച് വകയുണ്ട്. കാരണം ഒന്ന്, വാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് റെസ്പോൺസ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് കുറച്ച് പേരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടാകും. പല വിദ്യാർത്ഥികൾക്കും അപ്രതീക്ഷിതമായി മാർക്ക് കൂടിയിട്ടുണ്ട്. അതായത് അവർ പ്രതീക്ഷിക്കാത്ത ചില സബ്ജക്റ്റിന് വരെ മാർക്ക് കൂടിയിട്ടുണ്ട്. ഏകദേശം കണക്കെടുക്കുമ്പോൾ 60% കുട്ടികൾക്കും അവർ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ അവർ എഴുതിയ ഇംപ്രൂവ്മെന്റ് പരീക്ഷകളിൽ മാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതേ ട്രെൻഡ് ഇത്തവണത്തെ SSLC +2ലും ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 2023 ഓവറോൾ ഫേസ് എന്ന് പറയുന്നത് 99.7 ആയിരുന്നു 2023 റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ പറയുന്നത് SSLC ആണ്. 2024 99.69 ആയി. 2025 കുറച്ച് കുറഞ്ഞു, 99.50. പക്ഷെ ഇത്തവണ വീണ്ടും ഗ്രേസ് മാർക്കുകളും ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും വരുമ്പം ഈ പാസ് പെർസെൻറ്റേജ് കൂടാനാണ് സാധ്യത. ഓക്കെ, നിലവിലെ ഇത് വെച്ചിട്ട് ഈ പാസ് പെർസെൻറ്റേജ് 99.67 പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫുൾ A+ റാങ്ക് ഹോൾഡേഴ്സിന്റെ എണ്ണം, അതായത് മുഴുവനും A+ മേടിക്കുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷം 61,000 ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം 71,000 ആയിരുന്നു. ഇത്തവണ വീണ്ടും കുറയും എന്ന വാർത്തകളല്ല വരുന്നത്. ഈ 61,000-ൽ നിന്ന് 61,449 എക്സാക്ട്ലി, അതിൽ നിന്ന് വീണ്ടും കൂടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ 100% നേടുന്ന വിദ്യാർത്ഥികളുടെ, അതായത് മീൻസ് സ്കൂളുകളുടെ എണ്ണത്തിലും ഇത്തവണ വർധനവുണ്ടാകും. ഇനി +2വിന്റെ കാര്യത്തിലേക്ക് വന്നാലോ, +2 2023 82%, 24 78 ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ വർഷം 77 ആയിട്ടുണ്ട്. വീണ്ടും ഒരു ഡിക്ലൈൻ ഡേറ്റിലേക്കായിരിക്കില്ല ഈ വർഷം പോകുന്നത്. വീണ്ടും ഒരു മുകളിലേക്ക് പോകാനുള്ള സാധ്യത, അതായത് 80-നോട് അടുത്ത് 2023 റിസൾട്ടിന്റെ ഒരു റെപ്ലിക്കേഷൻ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ +2വിലെ ഫുൾ A+ മേടിച്ചവരുടെ എണ്ണം 2023 33,000, അടുത്ത വർഷം 39,000, കഴിഞ്ഞ വർഷം 30,000 ആണ്. അപ്പോൾ അതിലും ഒരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്, അതിലും ഒരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തവണ മക്കളെ ഉറപ്പിച്ചോ, ഇത്തവണ ഈ 30,000 എന്ന് പറയുന്നത് 32-ലേക്കോ 35-ലേക്കോ പോകാനുള്ള ഒരു വലിയ സാധ്യതയും അധ്യാപകർ ഉൾപ്പെടെ പറയുന്നത് വെച്ച് നമുക്ക് പ്രവചിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഈ എടുത്തു പറയേണ്ടത് 100% വിജയം മേടിക്കുന്ന സ്കൂളുകളുടെ എണ്ണവും ഇത്തവണ കൂടാൻ സാധ്യതയുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, റിസൾട്ട് വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാര്യം, ടെൻഷൻ ഇല്ലാതെ ആരുടെയും ചോദ്യത്തിലൊക്കെ ടെൻഷൻ അടിച്ച് ആശങ്കയടിച്ച് വെറുതെ ഈ നല്ല സമയം കളയുന്നത് ഒഴിവാക്കുക. കൂളായിട്ട് +2 SSLC റിസൾട്ട് വരട്ടെ എന്ന ത്രില്ലോട് കൂടി ഇരിക്കുക. അതുപോലെ തന്നെ പാരൻസും മക്കളെ കൂടുതൽ ടെൻഷൻ ആക്കരുത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.